പഴയങ്ങാടി മുട്ടുകണ്ടി റിവർ വ്യൂ പാർക്കിലെ ശുചിമുറികൾ പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ശുചിമുറികൾ നോക്കുകുത്തിയായി. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ശുചിമുറികളുടെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ച അവസ്ഥയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ 4 വർഷങ്ങൾക്ക് മുൻപാണ് റിവർ വ്യൂ പാർക്കിനോടനുബന്ധിച്ച് ശുചിമുറികൾ സ്ഥാപിച്ചത്. ഇത് ഇനിയും തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടിയായിട്ടില്ല. നിലവിൽ ശുചിമുറികളുടെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. വൈദ്യുതി ബിൽ കുടിശ്ശികയായ 2114 രൂപ അടയ്ക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള നോട്ടീസ് DTPCയുടെ പേരിൽ ശുചിമുറി കെട്ടിടത്തിലെ മീറ്റർ ബോക്സിൽ പതിച്ചത്. 2024 മാർച്ച് 3 മുതൽ 2025 ജനുവരി 9 വരെയുള്ള ബിൽ തുകയാണ് കുടിശ്ശികയായി കിടക്കുന്നത്. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും ശുചിമുറികൾ തുറന്നുകൊടുക്കാനും അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി AO മൂലക്കൽ കടവ് റോഡിൽ പബ്ലിക് ടോയ്ലറ്റ് ഭാഗമായി നിർമ്മിക്കുകയും പക്ഷേ അതിനുശേഷം അത് തുറന്നു കൊടുക്കാനുള്ള യാതൊരു നടപടിയും ഇതുവരെ അധികാരികൾ കൈകൊണ്ടില്ല. ഇവിടെ മത്സ്യ മാർക്കറ്റും അതുപോലെ തന്നെ പച്ചക്കറി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്കറ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തുറന്നു കിട്ടിയ ജനങ്ങൾക്കും ഇവിടുത്തെ തൊഴിലാളികൾക്കും അത് വളരെ ഉപകാരമാകുമെന്നാണ്. പക്ഷേ അധികാരികൾ ഇത് ഉടൻ തുറന്നു കൊടുക്കാൻ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറന്നു കൊടുത്താൽ വളരെയധികം ഉപകാരമായിരിക്കും ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും തൊഴിലാളികൾക്കും. പഴയങ്ങാടി ടൗണിൽ ആവശ്യത്തിന് പൊതു ശുചിമുറികളില്ലാത്തത് ടൗണിലെത്തുന്നവർക്ക് കടുത്ത ദുരിതമാണ് ഉണ്ടാക്കുന്നത്. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചാൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.